ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതിച്ചോറ് കഴിക്കാൻ കൊതി മൂത്തിട്ടുള്ള ഞാൻ അങ്ങനെ പൊതിച്ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതാണല്ലോ അതിൻ്റെ ബുദ്ധി. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പൊതിച്ചോറാണ്. ഒരുപാട് വെറൈറ്റീസ് പൊതിച്ചോറ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും ഒക്കെ. ഇതെൻ്റെ ഒരു വേർഷനാണ്. ഓക്കെ, എനിക്ക് ആഗ്രഹം തോന്നിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു സംഭവം. പൊതിച്ചോറിന് വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങളും ആക്കി വെച്ചിട്ടുണ്ട്. മത്തി മീൻ വറക്കാൻ പോവാണ്, മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയിലേക്ക് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ചീര മെഴുക്ക് പുരട്ടിക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട്. പയർ മെഴുക്ക് പുരട്ടിക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചടചടയുന്ന കാര്യം നോക്കാം. എണ്ണ ഒഴിക്കുന്നു, കടുക് പൊട്ടിക്കുന്നു, സവാള ഇടുന്നു, വറ്റൽമുളക് ഇടുന്നു, ഉപ്പിടുന്നു, എന്നിട്ട് വെളുത്തുള്ളി ഇടുന്നു, എന്നിട്ട് ചീര ആക്കി വയ്ക്കുന്നു. എല്ലാം കൂടിയിട്ട് നന്നായി ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചീര മെഴുക്ക് വരട്ടി റെഡി. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിലൊന്നും പോകാൻ നിൽക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണ്. വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെളുത്തുള്ളി, എന്നിട്ട് നന്നായിട്ട് ആക്കുന്നു. അതിലേക്ക് നീളത്തിൽ മുറിച്ച് വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇടുന്നു, നന്നായിട്ട് വഴറ്റുന്നു. അത് നല്ലോണം ബ്രൗൺ കളർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയും റെഡി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്തിനാണ് ഞാൻ വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കണത്? ഇനി വെളിച്ചെണ്ണയിൽ സവാള ഇട്ടു, ഉപ്പിട്ടു, ചതച്ച മുളകിട്ടു, എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുള്ള പയർ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പയർ മെഴുക്ക് വരട്ടിയും റെഡി ആയിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കാച്ചിയ മോരാണ്. വെളിച്ചെണ്ണയിൽ ഉലുവ, ജീരകം, കടുക്, വറ്റൽമുളക്, കരുവേപ്പില ഇതെല്ലാം കൂടി ഇടുക. കുറച്ച് വെളുത്തുള്ളി ഇടുക. എന്നിട്ട് ചെറിയ ഉള്ളി നന്നായിട്ട് മുറിച്ച് വെച്ചതിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിടുക. എന്നിട്ട് നല്ല ബ്രൗൺ കളറാക്കുക. അതിലേക്ക് കട്ടിക്ക് ലേശം പുളിച്ച മോര് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കണതോട് കൂടിയിട്ട് നമ്മുടെ കാച്ചിയ മോര് റെഡി. ഇനി നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ വെളിച്ചെണ്ണയിൽ നല്ല പോലെ ഒന്ന് മൊരിയിച്ച് വറുത്തെടുത്താൽ നമ്മുടെ മീനും റെഡി. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഓംലേറ്റാണ്. അതിൽ ഞാൻ വെറും സവോള മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. എന്നിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊരു ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ചമ്മന്തിയാണ്. തേങ്ങ, അതേമാതിരി തന്നെ മുളക് പൊടി, അപ്പോൾ പുളി, ഉപ്പ് ഇത്ര മാത്രമേ ഇടുന്നുള്ളൂ. ഞാൻ സവാള ഇടുന്നില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഉപ്പ് നന്നായിട്ടൊന്ന് ഇടുക. അതായത് നോക്കുക. എന്നിട്ട് ഒന്ന് ഉരുട്ടി വെച്ചാൽ നമ്മുടെ ചമ്മന്തിയും റെഡി. ഇനി നമുക്ക് വാഴയില മുറിക്കാം. എൻ്റെ വീട്ടിൽ പിന്നെ വാഴയുണ്ട്, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അമ്മ എപ്പോഴും പറയും ഒറ്റ നാക്കലയായിട്ട് മുറിച്ചിട്ട് വരരുതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഇല മുറിച്ച് കഴിഞ്ഞതിന് ശേഷം മറ്റേ ഇലയുടെ ഒരു തുമ്പും കൂടിയിട്ട് മുറിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാറുള്ളൂ. ഒറ്റ ഇല നാക്കല മാത്രമായിട്ട് മുറിച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറരുതെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്ത് നന്നായിട്ട് വൃത്തിയാക്കി തുടച്ച് കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് നമുക്ക് ഗ്യാസിൽ കാണിച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. നന്നായിട്ടൊന്ന് വാട്ടിയ ഇലയിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ നിരത്തി വയ്ക്കുക. ഇനി നമ്മുടെ അസംബ്ലിങ് പ്രോസസ്സാണ്. അതായത് ചോറ്, നിങ്ങൾക്ക് മട്ടേരി ചോറ് യൂസ് ചെയ്യാം. ഇവിടെ വീട്ടിലെല്ലാവരും കഴിക്കണത് കൊണ്ട് ഞാൻ നോർമൽ ചോറ് പൊന്നിയരിയാണ് വെച്ചിരിക്കുന്നത്. കാച്ചിയ മോര്, മീൻ, നമ്മുടെ പയറുപ്പേരി, മറ്റേ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി, ചമ്മന്തി, ചീരപ്പേരി, പിന്നെ നമ്മുടെ ഓംലെറ്റ് എല്ലാം കംപ്ലീറ്റ് സെറ്റപ്പും റെഡി ആയിട്ടുണ്ട്. വരൂ, ഇനി നമുക്ക് അസംബിൾ ചെയ്യാം. ടകടകയെന്നും പറഞ്ഞിട്ട് നടുവിലേക്ക് കുറച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ചോറ് വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ചീരത്തോരൻ സൈഡിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത് പൊതിച്ചോറിന്. എന്നാലേ അത് കറക്റ്റായിട്ട് എല്ലാം കൂടിയിട്ട് നമുക്ക് വെക്കാനുള്ള സ്പേസ് കിട്ടുള്ളൂ. അപ്പോൾ പയറുപ്പേരി വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ സമ്മന്തി വെച്ചിട്ടുണ്ട്, 2 മീൻ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മോരുകറി ലേശം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. വേണമെങ്കിൽ സൈഡിൽ നമുക്ക് പിന്നെ കഴിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഓംലെറ്റ് കൊണ്ട് മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക. എന്നിട്ട് ഈ ഇല അങ്ങോട്ട് അടയ്ക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് എങ്ങനെയെങ്കിലും ഈശ്വരനെ വിചാരിച്ചിട്ട് കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സൂപ്പറായിട്ടുള്ള മണത്തോട് കൂടിയിട്ടുള്ള പൊതിച്ചോറാണ്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നെ പോലെയുള്ള കൊതിച്ചിപ്പാറുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും. സത്യമാണ്. എനിക്ക് ഏത് സമയത്ത് പൊതിച്ചോറ് തന്നാലും എനിക്കിഷ്ടമാണ്. ആൻഡ് വൺ തിങ്, ഇങ്ങനത്തെ പൊതിച്ചോറ് വിത്ത് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് മെഴുക്ക് വരട്ടി എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. ഈ കൊതി മൂത്ത് കഴിക്കുന്നത് സഹിക്കുക എന്നല്ലാതെ വേറെ എനിക്കൊന്നും പറയാനില്ല. എൻ്റെ പൊന്നു മക്കളെ, ഒരു രക്ഷയില്ലാത്ത കൊതി. എന്ത് ചെയ്യും ഒരു മനുഷ്യൻ?
പൊതിച്ചോറ് കഴിക്കാൻ ആഗ്രഹം, ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. Amazing. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു നൊസ്റ്റു ആയിട്ടുള്ള ഡിഷ്. വീണ്ടും നമുക്ക് കാണാം. ഞാനൊന്ന് എൻജോയ് ചെയ്ത് കഴിയട്ടെ. ഓക്കെ, അപ്പോൾ നാളെ കാണാം. Till then, take care and bye-bye.